എന്താണ് SLR ക്യാമറ? DSLRും SLRും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങളുടെ മുന്നിൽ എപ്പോഴും വന്നു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. സിംഗിൾ ലെൻസ് ക്യാമറ അഥവാ സിംഗിൾ ലെൻസ് റിഫ്ലക്സ് ക്യാമറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള SLR ക്യാമറയുടെ അല്ലെങ്കിൽ ആ വലിയ ക്യാമറയുടെ മുന്നിലുള്ള ആ ഒരു ലെൻസിലൂടെ കടന്നു വരുന്ന പ്രകാശം അതിൻ്റെ ക്യാമറയുടെ അകത്ത് ലെൻസിൻ്റെ തൊട്ട് പിന്നിലായി ചെരിച്ചു വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയിൽ തട്ടിയിട്ട് നേരെ മുകളിലോട്ട് പോവുകയും അതിലൂടെ ഒരു പ്രിസത്തിലൂടെ കടന്ന് അത് ഫോട്ടോഗ്രാഫറിൻ്റെ കണ്ണിലെത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു SLR ക്യാമറ പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി മുകളിലോട്ട് ഉയരുകയും ലെൻസിലൂടെ കടന്നു വരുന്ന പ്രകാശം ഫോട്ടോഗ്രാഫറിൻ്റെ കണ്ണിലേക്ക് വരാതെ നേരെ അതിൻ്റെ തൊട്ട് പുറകിലുള്ള ഫിലിമിൽ പോയി പതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മനോഹരമായ ഒരു ചിത്രം ലഭിക്കുകയും ചെയ്യുന്നു. SLR ക്യാമറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിലിം കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്യാമറകളെയാണ്. സിംഗിൾ ലെൻസ് റിഫ്ലക്സ് ക്യാമറയാണ്. പക്ഷേ അതിൻ്റെ മിററിൻ്റെ പിന്നിൽ ഷട്ടറിൻ്റെയും പുറകിലായിട്ട് ഫിലിമാണ് അക്കാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മിറർ മുകളിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഷട്ടറാണ്. ഷട്ടറും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രകാശം നേരിട്ട് പോയി അതിൻ്റെ പുറകിലുള്ള ഒരു ഫിലിമിലാണ് പതിയുന്നത്. ഇങ്ങനെ ഫിലിം ഉപയോഗിക്കുന്ന സിംഗിൾ ലെൻസ് ക്യാമറകളെ SLR ക്യാമറകൾ എന്ന് പൊതുവെ വിളിക്കുന്നു. പഴയകാലത്ത് SLR എന്ന ഒരു കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഡിജിറ്റൽ യുഗം കടന്നു വന്നപ്പോൾ ഈ ഫിലിമിന് പകരം അവിടെ ഒരു ഡിജിറ്റൽ സെൻസറുകൾ സ്ഥാപിക്കപ്പെട്ടു. അതായത് ക്യാമറയിൽ ബാക്കി എല്ലാ സെറ്റിങ്സും പഴയകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഫിലിമിന് പകരം മറ്റൊരു ഡിജിറ്റൽ സെൻസറുകൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. അതോടുകൂടി SLR എന്നുള്ള ആ ഒരു പേര് മാറിയിട്ട് DSLR എന്നായി. DSLR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലക്സ് ക്യാമറ എന്നാണ്. ഡിജിറ്റൽ യുഗം വന്നതോടുകൂടി അല്ലെങ്കിൽ ഫിലിമിന് പകരം ഡിജിറ്റൽ സെൻസറുകൾ വന്നതോടുകൂടി ഫോട്ടോഗ്രാഫി മേഖലയിൽ ഒരു വൻ കുതിപ്പാണ് ഉണ്ടായത്. കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിനുള്ള ചിലവ് എന്നത് വളരെ ചെറിയൊരു തുക മാത്രമായി കുറഞ്ഞു കിട്ടുകയും ഫോട്ടോഗ്രാഫി വളരെ ജനകീയമാവുകയും ചെയ്തു. നമ്മുടെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് DSLR ക്യാമറകളെ കുറിച്ചാണ്. ഇവിടെ ഫിലിം ക്യാമറകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ അതിൻ്റെ ഇതിനകത്ത് പറയുന്ന എല്ലാ ഗൈഡ് ലൈൻസും എല്ലാം തന്നെ ഡിജിറ്റൽ സിംഗിൾ ലെൻസ് ക്യാമറകളെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. എന്താണ് DSLR ക്യാമറയുടെ പ്രത്യേകത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ DSLR ക്യാമറ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്? DSLR ക്യാമറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമറയുടെ മുന്നിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ലെൻസിലൂടെ കടന്നു വരുന്ന പ്രകാശം ഫോട്ടോഗ്രാഫർ കാണുന്നു. അപ്പോൾ അയാൾക്ക് ഈ ക്യാമറയിൽ അല്ലെങ്കിൽ നമ്മുടെ സെൻസറിൽ പതിയാൻ പോകുന്ന ചിത്രത്തിൻ്റെ ഫ്രെയിം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വലിപ്പം എത്രയുണ്ട്, എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് അതിനകത്ത് പതിയുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് SLR ക്യാമറകളിൽ ഉപയോഗിക്കുന്ന ലെൻസുകൾ വളരെയധികം ഉന്നത നിലവാരമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ കിട്ടുന്ന ചിത്രങ്ങൾക്കും അതേ ക്വാളിറ്റി ഉണ്ടാവും. വളരെയധികം നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങളായിരിക്കും SLR ക്യാമറയിലൂടെ ലഭിക്കുക. മറ്റൊരു പ്രത്യേകത, SLR ക്യാമറകളിൽ ഉപയോഗിക്കുന്ന സെൻസറിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൽ ഫിലിമിന് പകരം വന്നിരിക്കുന്ന ഡിജിറ്റൽ സെൻസറിൻ്റെ സൈസ് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ അതും സഹായിക്കും. നാലാമതായിട്ട് പറയാനുള്ള കാര്യം, ഡിജിറ്റൽ SLR ക്യാമറകളിൽ അഥവാ DSLR ക്യാമറകളിൽ ഡിജിറ്റൽ കൺട്രോൾസ്, ഒട്ടനവധി കൺട്രോൾസ് നിങ്ങൾക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ DSLR ക്യാമറ ഉപയോഗിച്ചിട്ട് അതേ രീതിയിൽ പകർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയുള്ള ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ക്യാമറ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള അറിവുണ്ടായിരിക്കണം എന്നത് മാത്രമാണ്. അതാണ് നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ ഇനി പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാഠം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ സെഷൻസ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു SLR ക്യാമറ അല്ലെങ്കിൽ ഒരു DSLR ക്യാമറ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്താണ് ഒരു DSLR ക്യാമറയുടെ ന്യൂനത? DSLR ക്യാമറയുടെ ന്യൂനത എന്ന് പറയുന്നത് അതിൻ്റെ ഭാര കൂടുതലും അതിൻ്റെ വലിപ്പ കൂടുതലുമാണ്.
നല്ല പോലെ ഭാരമുള്ള ക്യാമറയാണ് DSLR ക്യാമറ. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ക്യാമറകൾ 1.5 കിലോയോളം ഭാരമുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് എവിടെയും കൊണ്ടുപോകാൻ സാധിക്കില്ല, കാരണം അതിന് വലിപ്പവും കൂടുതലാണ്. DSLR ക്യാമറകളുടെ മറ്റൊരു ന്യൂനത, ഇവ സൂക്ഷിച്ചു വയ്ക്കാൻ പ്രത്യേകം ടെമ്പറേച്ചർ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള ക്യാബിനറ്റുകൾ ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ഇവയിൽ ഫംഗസ് പടരുകയും ക്യാമറ നശിച്ചു പോവുകയും ചെയ്യും. DSLR ക്യാമറ ഉപയോഗിക്കാൻ സാങ്കേതികമായി നല്ല അറിവ് ആവശ്യമാണ്. അതും ഈ ക്യാമറയുടെ ഒരു ന്യൂനതയായിട്ട് പറയപ്പെടുന്നുണ്ട്. കാരണം നല്ല പോലെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിക്കാൻ പഠിക്കാത്ത ഒരാൾക്ക് നല്ല ചിത്രങ്ങൾ പകർത്തുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും DSLR ഉള്ള എല്ലാ ആൾക്കാരും ഒരു DSLR ക്യാമറ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വ്യക്തമായി പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ സക്സസ്ഫുള്ളായി ഒരു ഫോട്ടോ പകർത്തിയെടുക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ പറഞ്ഞത് എന്താണ് SLR ക്യാമറ, എന്താണ് DSLR ക്യാമറ, എന്താണ് DSLR ക്യാമറയുടെ പ്രത്യേകതകൾ, അതുപോലെ എന്തൊക്കെയാണ് അവയുടെ ന്യൂനതകൾ. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം.